പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേവയാനി നയനയോട് പറഞ്ഞിട്ട് ഞാൻ വന്ന് വിളിച്ചാലേ നീ വരുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ദേ ഞാനിപ്പോൾ നിന്നെ വിളിക്കാൻ നേരിട്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ നിൻ്റെ കാല് പിടിച്ചാലേ നീ വരുള്ളൂ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നയന പറഞ്ഞിട്ട് ഇല്ല അമ്മേ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അമ്മ എന്നെ വന്നൊന്ന് വിളിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരിക്കലും അമ്മ എൻ്റെ മുന്നിൽ വന്ന് താഴ്ന്നു നിൽക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് അമ്മയ്ക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അമ്മക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നും പറയും. അപ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, മോളെ എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാക്കി തന്നു എല്ലാവരും കൂടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ നയനയോട് പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ തന്നെ എവിടെ നിന്നും ഇറങ്ങുവാണ്. എന്താണ് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ നീ എടുത്തോളണം. നമ്മളിപ്പോൾ എങ്ങനെ ഇറങ്ങുമല്ലേ എന്ന് സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ ദേവയാനി ചോദിക്കുന്നത്. എന്നിട്ട് ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്ന സമയത്തിന് ഒന്നും കൂടി തിരിഞ്ഞിട്ട് നയനയൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടായിരിക്കും ദേവയാനി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് നയനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ദേവയാനി അവിടെ നിന്ന് നേരെ ഹാളിലേക്ക് വന്നുകൊണ്ട് തന്നെ ഗോവിന്ദനും നന്ദുമൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ വന്ന് പറയുന്നുണ്ട്, അവളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളോട് നിങ്ങൾ അറിയണം. എന്നിട്ട് എവിടെ കനകദുർഗ എന്ന് ചോദിക്കും. അപ്പോഴേക്കും കനകദുർഗ ഒരു ഗ്ലാസ് ചായയുമായിട്ട് വരുന്ന സമയത്തിന് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ചായ കുടിക്കാനൊന്നും അല്ല വന്നത്. പിന്നെ എടുത്ത സ്ഥിതിക്ക് കളയണ്ട, ഇങ്ങ് തന്നേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ചായ വാങ്ങിച്ച് കുടിക്കണേ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവനൊരു ശ്വാസം മുട്ടുള്ള ആളാണ്. അവൻക്ക് രാത്രി ഉറക്കമില്ലെങ്കിൽ ശരിയാവില്ല. ഇവളെ ഓർത്തുകൊണ്ടതിന് അവൻക്ക് ഉറക്കം പോലും ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവനൊരു കൂട്ടു വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവളെ എവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ അവൻ്റെ കാര്യം മാത്രമല്ല, പ്രായമായ അച്ഛനും അമ്മക്കും ജയേട്ടനും എല്ലാവർക്കും നയനമോൾ അവിടെ വേണം. ഇവൾ അങ്ങോട്ടേക്ക് വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പലർക്കും അവിടെ പ്രാധാന്യമില്ലാതായി. അതിന് കാരണം ഇവളെ അവരെല്ലാം ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും എന്നെ സ്നേഹിക്കുന്നവരെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് നയന റെഡിയായിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് റെഡിയായോ, ഇത്രയും എടുക്കാനുള്ളായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറഞ്ഞിട്ട്, അമ്മേ എനിക്ക് അങ്ങനെ ഒരുപാട് എടുക്കാനൊന്നുമില്ല, 2-3 സാരി മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നയന പറയുന്ന സമയത്തിന് ദേവേൻ്റെ മുഖത്തൊരു വിഷമമൊക്കെ വരും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും നിങ്ങളുടെ മകളുടെ ആഗ്രഹം സാധിച്ചു. അവളുടെ മുന്നിൽ ഞാൻ തല കുനിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു സന്തോഷം ഏതായാലും അവളുടെ മനസ്സിലുണ്ട് എന്ന് പറയും. അപ്പോൾ കനകദുർഗ പറഞ്ഞിട്ട്, എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവമൊന്നും നയന മോൾക്കില്ല എന്നും പറയും. എന്നിട്ട് കനകദുർഗ ഇങ്ങനെ നയനോടായിട്ട് പറയുന്നുണ്ട്, മോളെ ശരീരമൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അത് കേട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അങ്ങനെ ശരീരം സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞത്? അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല, ഇടയ്ക്കൊരു നടുവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ കുറേ ദിവസമായില്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്, പണിയെല്ലാം ചെയ്യുന്നത് കനകദുർഗയല്ലേ, അപ്പോൾ അവളിവിടെ വെറുതെ വന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നടുവേദന വന്നതായിരിക്കുമെന്ന് പറയും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുവാണ്. നിങ്ങളുടെ മോളെ ഞാൻ ഇവിടെ നിന്നങ്ങ് കൊണ്ടുപോവുകയാണ്. ഇനി ഏതായാലും അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ച് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ദേവയാനി നയനയും കൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ദേവയാനി നയനയുമായിട്ടും അവിടെ നിന്നും പടിയിറങ്ങി പോകുന്നത് കാണുന്ന സമയത്ത് തന്നെ കനകദുർഗക്കും ഗോവിന്ദനും നന്ദുവിനൊക്കെ ഒത്തിരിയധികം സന്തോഷമായിരിക്കും. കാരണം ദേവയാനിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ലല്ലോ. അങ്ങനെ ഇറങ്ങി പോരുന്ന സമയത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തുന്ന സമയത്തിന് ദേവയാനി പെട്ടെന്ന് നയനയുടെ കയ്യിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. അത് കാണുന്ന സമയത്തിന് നയനക്കൊതൊരു അത്ഭുതമായിരിക്കും. പുറകെ നിൽക്കുന്ന കനകത്തിനും ഗോവിന്ദനും ശരിക്കും അതൊരു അത്ഭുതമായി തോന്നും. അങ്ങനെ ഇറങ്ങി വന്ന് ചെരുപ്പൊക്കെ ഇട്ടതിന് ശേഷം ദേവയാനി വീണ്ടും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ടായിരിക്കട്ടെ അവിടെ നിന്ന് പോകുന്നത്. വണ്ടിയുടെ അവിടെ വന്നതിന് ശേഷം ഡോർ അങ്ങനെ തുറന്നു കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതേ ഡോറ് തുറന്നില്ലെങ്കിൽ നീ കയറിയില്ലെങ്കിലോ, ആനയിച്ചില്ല എന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന അകത്തേക്ക് കയറ്റും. അങ്ങനെ നയന അകത്തേക്ക് കയറിയിരുന്നതിന് ശേഷം ദേവേനും കാറിൽ കയറിക്കൊണ്ടതിന് അവരവിടെ നിന്നങ്ങ് പോവാണ്. അവരവിടെ നിന്നങ്ങ് പോയതിന് ശേഷം ഗോവിന്ദൻ പറയുന്നുണ്ട്, മനസ്സില്ലാ മനസ്സോടെയാണ് അവർ വന്ന് വിളിച്ചത്. എന്നാലും നയനമോള് നമ്മളങ്ങ് പറഞ്ഞു വിടണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ അവർ വന്നപ്പോൾ പറഞ്ഞത് ബന്ധം പിരിയാൻ വേണ്ടി വന്നതായിരിക്കുമെന്നല്ലേ? എന്നിട്ടിപ്പോൾ അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കനകദുർഗയും പറയുന്നുണ്ട്, അതെ മകൻ്റെ വിഷമം അറിഞ്ഞു അവർ, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പോരെ? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നമ്മളെ മകൾ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ അത് ഇഷ്ടപ്പെടാതെ കുറേ പേര് ആ വീട്ടിലുണ്ട്, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് പറയും. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് വേണുവിനായിരിക്കും. വേണു ഇങ്ങനെ അനിയെ ഉപദേശിക്കാൻ ചെല്ലുന്നുണ്ട്, മോനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അനി പറഞ്ഞിട്ട്, എന്നോട് കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. നന്ദുവിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നും അതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്ത് വേണൊന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ ആ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയോ? എന്നിട്ട് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയണേ.
അപ്പോൾ അനി പറഞ്ഞിട്ട് ഇനി കൂടുതൽ പറയൊന്നും വേണ്ട, ഞങ്ങൾ കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് ചെന്നതുകൊണ്ടാണ് നന്ദു രക്ഷപ്പെട്ടത്. ഏതാണെങ്കിലും അതെല്ലാം ചെയ്തത് ആരാണ് എന്ന കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് തന്നെ പറയും. ഇതേ സമയത്തിന് അനാമികയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെ നിങ്ങൾ അറിഞ്ഞോ ആ നന്ദുവിനെ ആരാണ്ടൊക്കെയോ തട്ടിക്കൊണ്ടു പോയെന്ന്, അവളെ കൊണ്ടുപോയി കെട്ടിത്തൂക്കാൻ നോക്കിയെന്നൊക്കെയാണ് അനി പറയുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ നമ്മളെ സംശയമുണ്ട് എന്ന കാര്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നും പറയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം വെച്ചിട്ട് അവൾക്ക് ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്, അങ്ങനെ ആരെങ്കിലും തന്നെയായിരിക്കും അവൾ തട്ടിക്കൊണ്ടു പോയത് എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ശത്രുക്കളും നന്ദുവിനില്ല, അങ്ങനെ ശത്രുക്കൾ ആരാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നീയൊക്കെ തന്നെയാണ് അവളുടെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ, അതുകൊണ്ട് പഴയ കാര്യങ്ങൾ ഞാൻ ഏതായാലും പറയുന്നില്ല എന്നും പറയും. അപ്പോൾ വേണു പറഞ്ഞിട്ട്, അതേ മോനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ മോൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് ഞങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോരും, പിന്നെ നീ എന്നല്ല ആര് തന്നെ വന്ന് വിളിച്ചാലും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മകളെ അങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറയും. അപ്പോൾ അനി പറഞ്ഞിട്ട്, അതെ നിങ്ങളുടെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ടുപോയത് ആ തറവാടെടുത്തങ്ങ് തലയിൽ വെക്കാനല്ല, എല്ലാവരെയും സ്നേഹിച്ച് ഒരു മരുമകളുടെ കടമ നിർവഹിച്ച് അവിടെ ജീവിക്കാനാണെന്ന് പറയും. അപ്പോഴേക്കും അനാമിക ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ തന്നെ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എന്തൊക്കെയാണ് ഒരു മരുമകളുടെ കടമ എന്നൊക്കെ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചതാ, എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കുന്നത്, എന്താ മോനെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ, വേറെ ആരും മോളെ സ്നേഹിച്ചില്ലെങ്കിലും അനാമികക്ക് മോൻ്റെ സപ്പോർട്ട് സ്നേഹമൊക്കെ എന്നും വേണമെന്ന് പറയും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അതാണല്ലോ ആ വീട്ടിലൊട്ടും കിട്ടാത്തത് എന്ന് പറയും. അപ്പോൾ അനി പറഞ്ഞിട്ട്, അതെ നിങ്ങളോട് 3 പേരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ മോളുടെ ആജ്ഞകളൊക്കെ അനുസരിച്ച് ഒരു അടിമയെപ്പോലെ അവിടെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണേ. അനി പോയതിനു ശേഷം അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് വേണു പറഞ്ഞിട്ട്, ഇപ്പം തൽക്കാലം നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി അവൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വന്നില്ലെന്ന് വരും, നീ അങ്ങോട്ടേക്ക് ചെന്നത് നിന്റെ വല്യമ്മ ഓർത്തിട്ട് മാത്രമാണെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട്, അത് തന്നെ മോളെ, ഒന്നുമില്ലെങ്കിലും മരുമോളെ തള്ളിക്കളഞ്ഞു കൊടുത്തിന് മോളെ സ്നേഹിക്കുന്നതല്ലേ, അതുകൊണ്ട് അതെങ്കിലും മോള് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അനാമിക അങ്ങ് തള്ളി പറഞ്ഞയക്കാണ്. അനാമിക ഏതായാലും ബാഗുമായി ഇറങ്ങി വന്നതിന് ശേഷം ബാഗ് എടുത്തിട്ട് ബാക്കിലെ സീറ്റിലേക്ക് വെക്കും. എന്നിട്ട് അനിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ, ബാക്കിൽ കയറണോ അതോ ഫ്രണ്ടിൽ കയറണോ എന്ന് ചോദിക്കും. അപ്പോൾ അനി പറയുന്നുണ്ട്, എവിടെ കയറിയാലും നീ എവിടെ ഇരുന്നാലും വണ്ടി മുന്നോട്ട് പോവും, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ഇരുന്നാൽ മതിയെന്ന് പറയും. അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ കയറി ഇരിക്കും മോളെ എന്ന് പറയട്ടെ രേവതി. ഈ സമയത്തിന് അനാമിക നേരെ ഫ്രണ്ടിൽ കയറി ഇരിക്കായിരിക്കും. പിന്നെയും വീണു പറയുന്നുണ്ട്, അതേ മോനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഓർക്കാൻ ഭാഗത്തിനൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് തന്നെ അനി അവിടെ നിന്നങ്ങ് പോവും. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വേണു രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒത്തിരി കാലമൊന്നും ഇതങ്ങനെ മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുൻപേ തന്നെ എന്തെങ്കിലും സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചെടുക്കണമെന്ന് കൂടി പറയും. അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അതിനുള്ള കഴിവൊന്നും നിന്റെ മോൾക്ക് ഇല്ലാതായി പോയില്ലേ, എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കും വേണു. പിന്നീട് കാണിക്കുന്നത് ജലജ ഇങ്ങനെ ജാനകിയോട് പറയുന്നത്, ഏട്ടത്തിയോട് ഒറ്റക്കൊന്നും പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ടിപ്പോൾ ഏട്ടത്തി എങ്ങോട്ടേക്ക് പോയതാണെന്ന് ചോദിക്കും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, കരൾ തന്ന ആ പെൺകുട്ടിയെ കണ്ടെത്തണമെന്നുള്ള വാശിയിലാണ്, അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുമായിരിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ ജലജ പറഞ്ഞിട്ട്, എന്തിനാണ് ആ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്, ആ പെൺകുട്ടിക്ക് മുഖം തരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിറകെ ഇങ്ങനെ ഓടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ, കരൾ തന്നതിന് പകരമായിട്ട് 50 ലക്ഷം രൂപ അതിന് കൊടുത്തേക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ പറയാണ് ജലജ. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, അതിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, ഏട്ടത്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചത് പോലും ആ ഒരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ടാണ് ഏട്ടത്തി അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏട്ടത്തിക്ക് അതൊന്നുമല്ല, ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ എന്തായാലും ഒരു 10-15 കോടി രൂപയെങ്കിലും കാണും. ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതും പിന്നെ ഇവിടുത്തെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഏട്ടത്തിക്ക് കിട്ടിയതൊക്കെ കൂടിയിട്ട് ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ഏട്ടത്തിയുടെ അക്കൗണ്ടിലുണ്ടെന്ന് പറയും. അപ്പോൾ ജലജ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ ഇവിടെ ബാങ്ക് ബാലൻസ് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളൊക്കെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ എന്ന് ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് തന്നെ ജാനകി പറയുന്നുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ജലജയെന്ന് ചോദിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനിയെ കാണുന്ന സമയത്തിന് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അയ്യോ അനാമിക മോളും കൂടെ കാണുമെന്നിങ്ങനെ പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്തന്നെ അനാമികയും കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോഴേക്കും അയ്യോ എൻ്റെ മോള് വന്നല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയട്ടെ ജാനകി. അനാമിക പറഞ്ഞിട്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വല്യമ്മയും അമ്മയും ഓർത്തിട്ട് മാത്രമാണ്, അല്ലാതെ ഇവൻ്റെ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാൻ തോന്നത്തില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, അതെ ഇവൻ്റെ ഏട്ടത്തിമാരെല്ലാം തന്നെ പറഞ്ഞ് മാറ്റി വെച്ചേക്കുവാണ്, അതുകൊണ്ട് ഇവൻ്റെ വാക്കിനൊന്നും മോള് വലിയ പ്രാധാന്യമൊന്നും നൽകണ്ടെന്ന് പറയും. അപ്പോഴേക്കും ജാനകിയും കുറച്ചും കൂടെ എരിപെരി കയറ്റി കൊടുക്കുന്ന രീതിയിൽ തന്നെ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം കേട്ടോ.
അപ്പം ജാനകി പറയുന്നുണ്ട് മോൾ ഏതായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാൻ നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ പുറത്ത് മറ്റൊരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പം ജലജ പറഞ്ഞിട്ട് ദേ മോളുടെ വല്യമ്മ വന്നു, ഇനി മോളുടെ പരാതി എല്ലാം തന്നെ മോളുടെ വല്യമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും. അങ്ങനെ വണ്ടിയിൽ നിന്ന് ദേവേൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്തിന് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കായിരിക്കും അനാമിക. എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദേവേനെ നയനോട് ചോദിക്കുന്നത് ഇനിയിപ്പോൾ നിന്നോട് പ്രത്യേകം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയണോ, ഇങ്ങോട്ടേക്ക് ഇറങ്ങുമെന്ന് പറയും. എന്നാൽ നയനും കൂടി ദേവേൻ്റെ കൂടെ ഇറങ്ങി വരുന്നത് കാണുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും മുഖം അങ്ങ് മങ്ങാണ്. ജലജയും ജാനകിയൊക്കെ ഇങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ വാ പൊളിച്ചിരിക്കുമായിരിക്കും. എന്നാൽ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് തന്നെ അനാമിക ഇങ്ങനെ ഭയങ്കര വിഷമത്തിലിങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. ജലജ ചോദിക്കുന്നുണ്ട് ഇവളെ കൂട്ടിക്കൊണ്ട് വരാനാണ് ഏട്ടത്തി എവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുന്ന സമയത്തിന് ജാനകി പറയുന്നുണ്ട് ആർക്കറിയാം, ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവേനി നയനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ആദ്യമായിട്ട് വരുവാണോ ഈ വീട്ടിലേക്ക്, എന്താ കണ്ണു മേടിച്ച് നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയും. എന്തായാലും നയൻ അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ ബാക്കിയുള്ളവരുടെ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയതുപോലെ ഇങ്ങനെ വീർപ്പിച്ച് ദേഷ്യത്തോടെ നിൽക്കുമായിരിക്കും. അവരൊക്കെ ചോദിക്കുന്നത് എന്താ ഏട്ടത്തി ഇവരെ കൂട്ടിക്കൊണ്ടുവരാനോ ഏട്ടത്തി പോയതെന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറയുന്നത് അതെ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ പോയത്. ഇവിടെ ആദർശിൻ്റെ വിഷമം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, അവന് ശരിക്കും ഉറക്കം പോലുമില്ല. അവൻ്റെ കാര്യം മാത്രമല്ല അച്ഛനും അമ്മയും ജയേട്ടനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്നവരുടെ വിഷമങ്ങൾ അവരുടെ കുറ്റപ്പെടുത്തലുകളും അവരുടെ മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നും പറയും. അപ്പോഴേക്കും ജാനകി പറയുന്നത് കണ്ടോ അനി മോളെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്ന സമയത്തിൻ്റെ ദേവേനെ പറയുന്നത് അതൊരു നല്ല കാര്യമല്ലേ, മോളെ വിളിച്ചുകൊണ്ട് വന്ന ദിവസം തന്നെ ഞാൻ ഇവളെയും വിളിച്ചുകൊണ്ട് വന്നത് മോൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേ, നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഇവളെ വിളിച്ചോണ്ട് വരില്ലായിരുന്നു എന്ന് പറയട്ടെ ദേവയാനി. അപ്പോൾ ജലജ ചോദിക്കുന്നതിന് എപ്പോൾ വിളിച്ചോണ്ട് വന്നാലും ഏട്ടത്തി ഇവളെ വിളിച്ചോണ്ട് വരില്ലേ, അപ്പോൾ ഇവൾ ഈ വീട്ടിൽ തന്നെ കാണില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ജാനകി പറഞ്ഞത് അതെ ഈ വീട്ടിൽ താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നീയും നിന്റെ ചേച്ചി എങ്ങാനും എൻ്റെ മോളെ ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് കാണുമെന്നൊക്കെ പറയണേ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ഇതുവരെ അനാമികയൊന്നും ശല്യം ചെയ്തില്ലല്ലോ ഇളയമേ എന്ന് പറയും. അപ്പോൾ അനാമിക പറയുന്നത് എന്ത് ശല്യം ചെയ്തില്ലേ, നീയും നിന്റെ ചേച്ചിയും എപ്പോഴും എനിക്കൊരു ശല്യം തന്നെയാണ്. അപ്പോൾ അനി പറയുന്നത് അതെ നിങ്ങൾ ഇത്രമാത്രം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഏട്ടത്തി. ഏട്ടത്തി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വല്യമ്മയാണ്, അതുകൊണ്ട് തന്നെ ഇനി എന്നും ഏട്ടത്തി ഇവിടെ കാണും. അതിൻ്റെ പേരിൽ ഇനി ഏതായാലും നിങ്ങൾ ആരും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ അനി പറയുന്ന സമയത്തിന് എല്ലാവരും അത് സത്യമാണെന്നൊക്കെ ചിന്തിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്തിന് ദേവേൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി ആരൊക്കെ തന്നെ എതിർത്താലും എൻ്റെ മരുമകൾ എന്നും ഈ അനന്തപുരി തറവാട്ടിൽ തന്നെ കാണുമെന്ന്. അങ്ങനെ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ദേവേനി പയ്യെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.